ഇന്നലെ നമ്മള് സെക്ഷൻ എ മൊത്തം തീർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സെക്ഷൻ ബി നോക്കാം. നാളത്തെ മാരത്തോൺ സെഷനിൽ നമുക്ക് സെക്ഷൻ സി നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഒ ടി കേസ് എന്ന് പറയുന്ന സമയത്ത് ഒ ടി കേസിൽ എന്തായിരിക്കും വെച്ചാൽ ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്ത് എത്ര ക്വസ്റ്റ്യൻസ് വരും? അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? 2 മാർക്സിന്റെ. എല്ലാവർക്കും ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? Yes, sir. ഓക്കെ, ഇത് ഏതിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് 36ന്റെ ക്വസ്റ്റ്യൻ. an asset is impaired if its എന്തോ എസ് എന്തിനെക്കാട്ടും കുറവാണെങ്കിൽ എന്താണ്? if its carrying amount എപ്പോഴാണ് ഇമ്പയർമെന്റ് ഉണ്ടാവുക? റിക്കവറബിൾ എമൗണ്ട്, ക്യാരിങ് വാല്യൂ, ആരാണ് ഹയർ ആവേണ്ടത്? Carrying value. Carrying value is greater than its recoverable amount. In turn, the recoverable amount of an asset is defined as higher of its fair value less cost of disposal and its value in use. അല്ലേ? Yes. ഇതൊരു ഓക്കെ ആണോ? Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് prior to considering any impairment, what is the amount Telepath company and the balance on revaluation surplus at 30 September 2013? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ബാലൻസ് ഓൺ റീവാലുവേഷൻ സർപ്ലസ്. എങ്ങനെയാണ് നമുക്ക് ബാലൻസ് ഓൺ റീവാലുവേഷൻ സർപ്ലസ് കിട്ടാൻ മക്കളെ? ഇവിടെ നമുക്ക് നോക്കണം. Telepath has an year end 30th September and owns an item of plant that uses to produce and package pharmaceuticals. The plant cost എത്രയാ? 750 on 1st October 2010 at the date and had an estimated useful life of 5 years. A review on the plant on 1st April 2013 concluded that the plant would last for further 3.5 years and its fair value was 56,000. അല്ലേ? മക്കളെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പറയും മക്കളെ. Sir, ഇവിടെ ഫെയർ വാല്യൂ എന്നല്ലേ പറയുന്നത്, അപ്പൊ റീവാലുവേഷൻ ഗെയിൻ സംഭവിച്ചില്ല. ഫെയർ വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റീവാലുവേഷൻ ഗെയിൻ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണോ ചോദ്യം? അവിടെ റീവാല്യൂ ചെയ്യുകയാണെങ്കിൽ എത്ര വരും? ഓക്കെ, അടിയിലേക്ക് വേറെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ? അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? Telepath adopts a policy of revaluing its non-current assets to their fair value but does not make any annual transfer of revaluation surplus to retained earnings to represent the additional depreciation charge on revaluation. അപ്പൊ അവര് ട്രാൻസ്ഫർ ചെയ്യാറുണ്ടോ?
ഇല്ല. ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാ? ഏത് ഡേറ്റിനാണ് റീവാല്യൂ ചെയ്യണത്? 1st April 2013. അപ്പൊ എത്ര നാള് കഴിഞ്ഞിട്ടാ റീവാല്യൂ ചെയ്യണത്? 3 years കഴിഞ്ഞിട്ട്. എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ട്? 3 years. നമ്മൾ വാങ്ങിയത് എന്നാ? 1st October 2010. 1st October തൊട്ട് ഏപ്രിൽ വരെ എങ്ങനെ 3 ഇയേഴ്സ് ആവണത്? 2.5 years. എത്ര ഇയേഴ്സ്? 2.5. 2.5 ഇയേഴ്സിന്റെ നമ്മൾ ഡെപ്രീസിയേഷൻ കാണുകയാണെങ്കിൽ എത്ര വരും? $375. എത്ര വരും? 375. ഓക്കെ. അപ്പൊ നമ്മുടെ 750 375 പോയി കഴിഞ്ഞാൽ എത്ര വന്നു ബാലൻസ്? 375. 375. ഇത് നമ്മളോട് 30th സെപ്റ്റംബറിന്റെ അല്ല ചോദിച്ചത്, 2013. ഓക്കെ. അപ്പൊ 375 അത് 560 ആവുമ്പോ എത്രയാണ്? 185 evaluation. 185 is your gain. ഇനി 6 months കൂടി ബാക്കിയില്ലേ? അപ്പൊ ഡെപ്രീഷിയേഷൻ കാണണ്ടേ പുതിയത്? 560 ഡിവൈഡഡ് ബൈ എത്ര ഇയേഴ്സ് ആണ്? 3.5 years. 3.5 ഇയേഴ്സ് അല്ലേ? അപ്പൊ എത്രയായിരിക്കും ആൻസർ വരാ? എല്ലാരും ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. എത്രയാ? 80. 80. അപ്പൊ അതും കൂടി കുറച്ച് കഴിഞ്ഞാൽ എത്ര ബാക്കിയുണ്ട്? 480. അപ്പൊ 480-ഉം 185-ഉം. ഓക്കെ. ഹൗ ഇസ് ഇറ്റ് റിമൈനിങ് 3.5 ഇയേഴ്സ്? അവരവിടെ പറഞ്ഞോണ്ട് മക്കളെ. ആൻസർ ചെയ്യുന്ന സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല മക്കളെ, ഞാൻ ഇതിപ്പോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടെ കാൽക്കുലേറ്ററിൽ ഇരുന്ന് ഓരോന്ന് ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഓക്കെ ആണോ? എല്ലാവർക്കും ഇതുവരെ ഓക്കെ ആണോ മക്കളെ? അടുത്തത്, calculate the value of Telepath's plant at 30 September 2013. 30 September 2013 ആണോ നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? നമ്മളോട് വാല്യൂ ന്യൂസ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അപ്പൊ ഇതല്ലേ 3 കൊല്ലം തന്നിരിക്കണത്? അതിന്റെ എന്തും തന്നിട്ടുണ്ട്? Discount factors. ഡിസ്കൗണ്ട് ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമോ? Multiply ചെയ്തിട്ട് അത് ടോട്ടൽ ആഡ് ചെയ്താൽ പോരെ സർ?
യെസ്, മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ടോട്ടൽ ആഡ് ചെയ്താൽ മതി. എത്ര വരും? 499. $499. എല്ലാവർക്കും അതാണോ കിട്ടിയത്? അപ്പൊ ഇവിടെ നമ്മള് ടു ദ നിയറസ്റ്റ് 499 പോയിന്റ് സംതിങ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ either take up 499 as your answer or 500. ഏതാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഇട്ട് തന്നേനെ അവര്. ഓക്കെ അല്ലേ? പറഞ്ഞ മക്കളെ, ഇത് ഓക്കെ ആണോ? Yes, അതായത് sir. 220 into Yes, sir. 0.91, 180 into 0.83, 200 into 0.75 എന്നിട്ട് അതിന്റെ ടോട്ടൽ ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഇപ്പൊ സാർ ഈ 499.6 ആ വരുന്നത്. അപ്പൊ അങ്ങനെ 500 മതിയോ? അല്ലല്ല, 499.6 എടുക്കാൻ പറ്റൂല കേട്ടാ. ഓക്കെ ഇവിടെ എടുത്ത് 00 പറഞ്ഞിട്ടുണ്ട്, ടു ദ നിയറസ്റ്റ് സീറോസ് എന്നും പറഞ്ഞിട്ടുണ്ട്. യു ഓക്കെ ക്യാൻ നെവർ റൈറ്റ് ഇൻ പോയിന്റ്. ഓക്കെ ഓക്കെ അല്ല? അപ്പൊ ഇതർ 499 or 500. ഓക്കെ അല്ലേ? യെസ് സർ. ഇനി പറ, ഏതാണ് ആൻസർ വരുന്നത്? Which of the following statements are true in accordance with IAS 36 impairment? Okay അല്ലേ? A cash generating unit is the smallest identifiable group of assets for which individual cash flows can be identified. Correct ആണ്. Cash generating units എന്ന് പറഞ്ഞാൽ smallest identifiable group of assets ആണ്. When considering the impairment of cash generating unit, the calculation for carrying amount and recoverable amount does not need to be based on the same group of net assets. അങ്ങനെയാണോ? ക്യാരിങ് amount ഒരു ഗ്രൂപ്പിന്റെയും റിക്കവറബിൾ amount വേറെ ഗ്രൂപ്പിന്റെ എടുക്കാൻ പറ്റുമോ? മക്കളെ ആലോചിച്ചിട്ട് പറയ്. നോ സർ. എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ 2 എന്തായാലും തെറ്റാ. 2 ഉള്ള ഓപ്ഷൻസ് ഒക്കെ പോയി. ഇനി 3യും കൂടി ഉണ്ടോന്ന് നോക്ക്. അപ്പൊ 1 and 3 ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ 1 only ആയിരിക്കും. When it is not possible to calculate recoverable amount of a single asset, then the recoverable amount of its cash generating unit should be measured instead. ശരിയല്ലേ? ഒരു സിംഗിൾ അസറ്റിന്റെ റിക്കവറബിൾ amount ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടോട്ടലിന്റെ റിക്കവറബിൾ amount കണ്ടുപിടിച്ചൂടെ? അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, റിക്കവറബിൾ amount എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അവരുടെ ഇൻഡിവിജ്വൽ ക്യാഷ് ജനറേറ്റിംഗ് കേപ്പബിലിറ്റി വെച്ചിട്ട്. പക്ഷെ അവര് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ക്യാഷ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു സെക്കൻഡ് കേട്ടോ മക്കളെ. ഓക്കെ മക്കളെ, അപ്പൊ ഈ തേർഡ് വൺ എല്ലാവർക്കും മനസ്സിലായോ? Sir. When it is not possible to calculate the recoverable amount of a single asset, then recoverable amount of its cash generating unit should be measured instead. അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് മനസ്സിലായോ? കാരണം അതിന് ചിലപ്പോൾ നമുക്ക് അതിന്റെ സിംഗിൾ അസറ്റിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇൻഡിപെൻഡന്റ്ലി അവര് എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ക്യാഷ് ഇൻഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല ലാർജ്ലി ആയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അപ്പൊ അവര് ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇരുന്നിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? 1 and 3. 1 and 3.
You calculate the carrying amount of our company's plant after impairment loss has been correctly allocated to its assets. അപ്പൊ ഇവിടെ നമ്മളോട് എന്താണ് പറയണത്? ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? പറഞ്ഞ മക്കളെ. സാർ ഇംപയർഡ് വാല്യൂ കണ്ടുപിടിക്കാനാണോ ഉദ്ദേശിക്കണേ? ഇമ്പയർമെന്റ് ലോസ് കഴിഞ്ഞിട്ട് ക്യാരിങ് എമൗണ്ട് കണ്ടുപിടിക്കാൻ, അപ്പൊ റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്തൊക്കെയുണ്ട്? ഗുഡ്വിൽ ഉണ്ട്, ഫാക്ടറി ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, കറന്റ് അസറ്റ്സ് ഉണ്ട്. $2,000, $4,000, $3,500, $2,500. ടോട്ടൽ എത്രയാ? 12,000. റിക്കവറബിൾ എമൗണ്ട് ടോട്ടൽ എത്രയാ? മക്കളെ റിക്കവറബിൾ എമൗണ്ട് ടോട്ടൽ എത്രയാ? 8,500. ഇമ്പയർമെന്റ് അല്ല 3,500, റിക്കവറബിൾ എമൗണ്ട് അല്ല. Recovery 8,500. ഈ കറന്റ് അസറ്റിന് ഇമ്പയർമെന്റ് ഉണ്ടോ? No. ആരെങ്കിലും സ്പെസിഫിക്കലി ഇമ്പയർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മക്കളെ No. ഇല്ല. അപ്പൊ ഗുഡ്വില്ലിന് മൊത്തം 2,000 പോകും. ബാക്കി എത്ര ഉണ്ട്? 1,500. അത് ആരൊക്കെ ഷെയർ ചെയ്യും? Factory and plant. നമുക്കിവിടെ ആരെ കണ്ടുപിടിക്കേണ്ടത്? പ്ലാന്റ്. Land. അപ്പൊ പ്ലാന്റിന്റെ ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെയാ? 1,500 into 3,500 divided by 7,500. എത്ര വരും? 700. എത്രയാണ്? 700 അല്ലേ? അപ്പൊ നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് എത്രയായിരിക്കും? 3,500 minus 700 is 800. 2,800. അപ്പൊ ഇവിടെ എത്ര വരും? 2,800. ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ ആണോ? ഇനി നമ്മുടെ അടുത്ത ചോദ്യമാണ്. Which two of the following exist for an operation to be classified as discontinued operation as per IFRS 5 assets held for sale എന്നാണ് ചോദിക്കുന്നത്. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആവണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം? ഒന്ന്, ഇറ്റ് റെപ്രസെന്റ്സ് എ സെപ്പറേറ്റ് മേജർ ലൈൻ ഓഫ് ബിസിനസ് ഓർ ജോഗ്രഫിക്കൽ ഏരിയ. പിന്നെന്താണ്? It has been sold or is classified as held for sale. held for sale. സബ്സിഡറി ആയാൽ
എപ്പോഴും ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആവണമെന്നുണ്ടോ? ഇല്ല. If it is considered not capable of making future profit എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല. ഇനി അടുത്തത് IFRS 5 non-current asset held for sale and discontinued operation prescribes the recognition criteria of a non-current asset held for sale. For the asset or disposal group to be classified as held for sale, the sale must be highly probable. Highly probable ആവണമെങ്കിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ബയർ മസ്റ്റ് ഹാവ് ബീൻ കൺഫേംഡ് ഉണ്ടോ? അല്ല, ബയറിനെ തപ്പി തുടങ്ങിയാൽ മതി. Asset must be marketed at a reasonable price. Management must be committed to the plan to sell the asset. അത് നിർബന്ധമാണ്. The sale must be expected to take place within next 6 months ആണോ? അല്ല, 1 year. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി. പറയും മക്കളെ. അതില് കസ്റ്റമർ ഉറപ്പിച്ച ഹൈലി പ്രോബബിൾ തന്നെയല്ലേ പറയുന്നത്? അപ്പൊ എടുക്കൂല? അങ്ങനെയല്ലടാ, നമ്മളൊരു 6 ക്രൈറ്റീരിയ പഠിച്ചിട്ടില്ലടാ. അതെയോ? ആ 6 ക്രൈറ്റീരിയ എന്തൊക്കെയായിരുന്നു? 1, നമ്മൾ സെയിൽ ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറരുത്. ഓക്കെ അല്ലേ? സെയിൽ 1 കൊല്ലത്തിന്റെ ഉള്ളിൽ നടക്കണം. നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങണം. മാർക്കറ്റ് ചെയ്യണത് റീസണബിൾ പ്രൈസിലായിരിക്കണം. ഇന്നത്തെ അതിന്റെ സിറ്റുവേഷനിൽ തന്നെ അതിനെ വിൽക്കാൻ പറ്റണം. അല്ലാണ്ട് നാശമായിരിക്കണ സാധനം ആവരുത്. ഒരു ബയ്യറിനെ തപ്പി തുടങ്ങണം. ഇതാണ് 6 റീസൺസ്. ബയറിനെ തപ്പി തുടങ്ങിയാൽ മതി. അപ്പൊ ഇവര് ചോദിച്ചത് ആ റീസൺ ഏതാണെന്നാണ്. അപ്പൊ ബയ്യർ പ്രൊബബിൾ ആവണം എന്നുള്ളത് റീസൺ അല്ല. മീൻസ് ബയറിനായിട്ട് ഇപ്പോഴേ സെറ്റ് ആവണം എന്നുള്ളത് റീസൺ അല്ല. Calculate the staff cost associated with closure of restructuring provision ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? The company also leased several machines in the factory. Average the present value of lease payments was 1 million. However, lesser stated tax. Okay, second. Sir. First point. First point, അല്ലേ? On the factory, 250 employees, 50 will be retained to deploy the subsidiary within group end at 125. Remaining accepted redundancy at an average cost of 5,000 each. അപ്പൊ 200 into 5,000 എത്ര വരും? 1000. 1 million അല്ലേ? ഇതുവരെ ഓക്കെ ആണോ മക്കളെ? Yes, sir. Sir, ഡൗട്ട്. സർ, നമ്മുടെ അസറ്റിന്റെ ഹെൽഡ് ഫോർ സെയിൽ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അസറ്റ് ഇൻ യൂസ് ഓർ നോട്ട്, അത് റെലവെന്റ് ആണോ? എനിക്ക് മനസ്സിലായില്ലടാ. അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൽ പറയാണ് അസറ്റ് ഇൻ യൂസ് ആണ് അല്ലെങ്കിൽ യൂസിലല്ല എന്ന് പറയുന്നത് റെലവെന്റ് ആണോ? ഇന്ന അസറ്റ് യൂസ് ചെയ്യൂല എന്നുള്ളതുണ്ട്, പക്ഷെ അതിന്റെ കണ്ടീഷൻസിൽ അതില്ല. ഓക്കെ 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 അല്ലേ? അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയ അസറ്റിനെ നമ്മൾ മാറ്റി വെക്കും, പിന്നെ യൂസ് ചെയ്യൂല. ഓക്കെ സാർ. ഓക്കെ സാർ. റീസ്ട്രക്ചറിങ് പ്രൊവിഷനിൽ കണ്ടിന്യൂയിങ് സ്റ്റാഫിന്റെ നമ്മൾ നോക്കൂലല്ലോ, പുറത്താക്കിയ സ്റ്റാഫിന്റെ അല്ലേ നോക്കല്ലോ റീസ്ട്രക്ചറിങ് പ്രൊവിഷനില്. ഓർമ്മണ്ടോ? അപ്പൊ ഇവിടെ 250 എംപ്ലോയീസിൽ 50 എംപ്ലോയിനെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പൊ ബാക്കി 200 എംപ്ലോയീസിനല്ലേ കണ്ടിന്യൂ ചെയ്യാത്തത്.
അവർക്ക് റിഡൻഡൻസി കോസ്റ്റ് 5000 വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ 200 into 5000 1 million. ഓക്കെ ആണോ? സാറേ ആ ഈ ക്വസ്റ്റ്യൻ ഈ സാധനം നമ്മൾ ഡിസ്പോസ് ചെയ്ത് ഈ കമ്പനി ഓക്കെ. ഇപ്പോ ഡിസ്പോസ് ചെയ്യുന്ന ഇതിന്റെ മുന്നേ ഒരു ഇമ്പയർമെന്റ് നടന്നിട്ടില്ല, അതായത് ഫെയർ വാല്യൂ ആക്കുന്ന സമയത്ത് ഒരു ഇമ്പയർമെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, ആ ഇമ്പയർമെന്റ് P&L വരും. റിവേഴ്സ് ചെയ്യില്ല ഈ ഗെയിന്ന് ഏത് ഗെയിനിന്ന്? ഡിസ്പോസൽ ഗെയിന്ന്. അതായത് ഇപ്പൊ നീ ഉദ്ദേശിക്കുന്നത് ഇത് എസെറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ ആക്കി, സെയിൽ ആക്കുന്ന സമയത്ത് ഒരു ഇമ്പയർമെന്റ് സംഭവിച്ചു, ഒരു ഇമ്പയർമെന്റ് സംഭവിച്ചു, അത് ഓൾറെഡി P&L വന്നല്ലോ. പിന്നെ ഇത് ഗെയിനാണ് വിറ്റെങ്കിൽ ആ ഗെയിൻ ആ P&L തന്നെയല്ല വരാ, അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നെറ്റ് ഓഫ് ആയിക്കോളില്ലേ. ഓരോ ഡേറ്റ് അനുസരിച്ചിട്ടല്ലേ ട്രാൻസാക്ഷൻ കയറാ. നമ്മൾ സോൾവ് ചെയ്യുമ്പോ ഇപ്പൊ അറ്റത്താണ് സോൾവ് ചെയ്യണതെങ്കിലും ശരിക്കും അത് അതാത് ഡേറ്റിന് കയറി ഉണ്ടാവില്ലേ. അത് കൺസിഡർ നമ്മൾ നോർമലായിട്ട് ഗെയിന് വരുന്നവര് ചെയ്തിട്ട് പോയാൽ മതില്ലേ? ആ, പോയാ മതി. ഇപ്പൊ നെറ്റ് P&Lന്റെ എഫക്ട് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിലാണ് നീ അത് മൈനസ് ചെയ്യണ്ടോ. ഇതിലെന്താണ് മക്കളെ ഈ ക്വസ്റ്റ്യനിൽ ക്ലോഷർ ആൻഡ് സെയിൽ ഓഫ് ദി ഫാക്ടറി ചോദിക്കുന്ന ഈ റീസ്ട്രക്ചറിങ് തന്നെയാ? ആടാ. They calculate the staff cost associated with closure and sale of the factory that should be charged to end company statement of profit and loss. Staff cost ആണ് ചോദിക്കുന്നത്. അപ്പൊ ക്ലോഷറും സെയിലൊക്കെ നടക്കുന്ന സമയത്ത് റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ ആണ് അല്ലേ. അപ്പൊ കണ്ടിന്യൂയിങ് സ്റ്റാഫിന് നമ്മള് പ്രൊവിഷൻ വെക്കൂല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് ലൈൻ ഐറ്റം ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ 50 സ്റ്റാഫിനുള്ളത് വെക്കൂലല്ലോ, ബാക്കിയുള്ളത് കൊടുത്താ പോരാ. What is the gain or loss to be recognized on classification of factory as held for sale? Factory's plant had a carrying amount of 2.2 million but is only expected to sell for 500 while incurring 50,000 selling cost. The factory building is expected to sell for a profit of 1.2 million. അപ്പൊ എങ്ങനെയാണ് നമ്മളിത് ചെയ്യാ? നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് എത്രയാണ്? റിക്കവറബിൾ എമൗണ്ട് എത്രയാണ്? പോയിന്റ് മക്കളെ റിക്കവറബിൾ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് നല്ല വൃത്തിക്ക്. എത്രയാ? 500 മൈനസ് 50. 500 മൈനസ് 50 എത്രയുണ്ട്? 450. 450. 2.2 എന്ന് പറഞ്ഞാൽ 2200. 2200ഉം 450ന്റെയും വ്യത്യാസം എത്രയുണ്ട്? 1.75. അപ്പൊ ലോസ് എത്രയുണ്ട്? 1.75. ഇതൊക്കെയാണോ? ഇത് മക്കളെ ശരിക്കും ഈ OT കേസ് ഡിഫിക്കൽട്ട് ആവുന്നത് എപ്പോഴാണെന്ന് പറയാം. when you think that everything is relevant. അവർ തന്നിരിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് എന്തായിരിക്കണം? റെലവെന്റ് ആണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയി പോകും. നമ്മളോട് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യങ്ങൾ മാത്രം തപ്പിയെടുത്ത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഓക്കെ ആണോ? സർ പറയോ. സർ ക്വസ്റ്റ്യനില് ഫാക്ടറി എന്നല്ലേ മെൻഷൻ ചെയ്തേക്കുന്നത്, അപ്പോ അതിൽ ഈ പ്ലാന്റും ബിൽഡിങ്ങും ഒരുമിച്ച് വരില്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ പക്ഷെ നമ്മള് ഈ ചെയ്തിരിക്കുന്നതിലെ പ്ലാന്റിന്റെ ക്യാരിങ് വാല്യൂവും സെല്ലിംഗ് കോസ്റ്റും ഫെയർ വാല്യൂ നമ്മളോട് ഗെയിൻ ഓർ ലോസ് അല്ലേ ചോദിച്ചത്? അതെ. ടു ബി റെക്കഗ്നൈസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽഡ് ഫോർ സെയിൽ അല്ലേ ചോദിച്ചത്?
അതെ. അപ്പൊ ബിൽഡിംഗ് പ്രോഫിറ്റിലാണ് സെല് ചെയ്യണ്ടെങ്കിൽ ബിൽഡിങ്ങിന് ഒരിക്കലും റിക്കവറബിൾ മീൻസ് എന്താ പറയാ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെല്ല് ആയിരിക്കൂലല്ലോ കാണിക്കണ്ടാവാ, ക്യാരിങ് വാല്യൂ തന്നെയല്ലേ അതെ അതെ അല്ലേ? അതെ. അപ്പൊ അവിടെ ഒരു ഗെയിൻ ഓർ ലോസ് വരുമോ? ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ വരാൻ ചാൻസ് ഉള്ളത് ഏതിന് മാത്രമാണ്? പ്ലാൻ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ സാർ. അതാണ് അവര് നമ്മളെ ടെസ്റ്റ് ചെയ്യണത്. എന്താണെന്ന് അറിയോ? നമ്മുടെ എബിലിറ്റി ടു ആനലൈസ് ദി ഫോർമുലയാണ്. ഫോർമുല ഇസ് ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ അഥവാ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെൽ. ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെൽ ആണ് ലോവർ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തില്ല അവിടെ, അല്ല സോറി, ഇഫ് ക്യാരിങ് വാല്യൂ ഇസ് ലോവർ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തില്ല, ഇമ്പയർമെന്റ്. ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെൽ ലോ ആവുമ്പോ മാത്രമേ അവിടെ എന്തുള്ളൂ, ഇമ്പയർമെന്റ് ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ കേസില് ക്യാരിങ് വാല്യൂ ആണ് ലോവർ, അപ്പൊ അവിടെ ഇമ്പയർമെന്റ് ഇല്ലല്ലോ. ഗെയിൻ കാണിക്കാൻ പറ്റോ? ഗെയിൻ കാണിക്കാൻ പറ്റോ മക്കളെ? അതെപ്പോഴാ കാണിക്കാൻ പറ്റുള്ളൂ? സെല് ചെയ്യുമ്പോൾ. ബൈ പ്രൂഡൻസ് കോൺസെപ്റ്റ്. ലോസസ് നേരത്തെ കാണിക്കാം. ഓക്കെ ആണോ? In respect of the leases and penalty payment, what provision required in statement of financial position? B 1.05. നമുക്ക് നോക്കാം. Penalty payments due on non-completion of contract is estimated to be എത്ര? $200,000. 50% is expected to be recovering from ഇത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത് മക്കളെ? സെറ്റിൽമെന്റ് വാല്യൂ 850. അതിന്റെ കൂടെ പെനാൽറ്റി പേയ്മെന്റ് ഓഫ് 2 lakh ആഡ് ചെയ്തു. 850 ഒപ്പം നമ്മൾ പെനാൽറ്റി പേയ്മെന്റ്സ് ഓഫ് 2 lakh ആഡ് ചെയ്തു. അതിന്റെ 50% എക്സ്പെക്ടഡ് റിക്കവർ കാണിക്കണോ? വേണ്ട. വേണ്ട. അതെന്തുകൊണ്ടാ? എക്സ്പെക്ടഡ് ടു റിക്കവർ എന്ന് പറഞ്ഞാൽ പ്രോബബിൾ ഓഫ് റിക്കവറി. പ്രോബബിൾ ഓഫ് എ ഇൻകം അല്ലെങ്കിൽ എസെറ്റ് ഇസ് കണ്ടീജന്റ് എസെറ്റ് അല്ലേ? വെർച്വലി സർട്ടൻ ആവേണ്ടടാ. റിക്കവേർഡ് എന്ന് പറയണം. നമ്മള് ഇത് എപ്പോഴാ പഠിച്ചതെന്ന് അറിയാം? ട്രയേജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, വലിയ ക്വസ്റ്റ്യനില്, ഒരു ഇൻഷുറൻസിന്റെ തന്നെ. ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വെച്ചിട്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇനി പറഞ്ഞ ഏതൊക്കെയാണ്? നമ്മളോട് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്? A contract to exchange financial instrument with another entity under the condition that are potentially unfavorable.
Financial liability. Financial liability. Any contract that has evidence a residual interest in asset of an entity after deducting all of its liabilities. Assets in the liabilities minus ചെയ്ത എന്തായിരിക്കും? പിന്നെ രണ്ടും ഫിനാൻഷ്യൽ അസറ്റാ. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? ഓക്കെ അല്ലേ? കമ്പാരിറ്റീവ്ലി ഇത്ര ഈസിയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ ആദ്യത്തെ ആ സാധനം വായിച്ച് മനസ്സിലാക്കാനായിരുന്നു ഇത്രയും കൂടി ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നല്ലോ. ബാക്കിയുള്ളത് ഇട്ട് കഴിഞ്ഞാലും അത് കിട്ടിയാണ്. In respect of financial assets, speculate what amount will be included in the comprehensive income for the year ended 30th September ആണ് ചോദിക്കുന്നത്. എങ്ങനെയാ നമ്മൾ സോൾവ് ചെയ്യാൻ മക്കളെ പറഞ്ഞ? ഫിനാൻഷ്യൽ അസറ്റിന്റെ കഥയാണ് ചോദിച്ചത്. എത്ര നമ്പർ ഓഫ് ഷെയർസ്? 10,000 ഷെയർസ് ഫോർ എത്ര? 350. അതിന്റെ മുകളിൽ 1% എന്തുണ്ട്? ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് OCIയിൽ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും അല്ലേ? അപ്പൊ എത്രയാവും? അപ്പൊ എത്രയാവും? 3.85. 0.85. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? 10,000 into 350 is 35,000. അല്ല, 3.50 is 35,000 plus 1%. അപ്പൊ എത്ര വരും? 35, 350. അപ്പൊ 35, 350 ആണ് ഇന്ന് എത്രയായത്? 45 ആയത്. അപ്പൊ ഡിഫറൻസ് എത്രയാ? 9650. ഇതുപോലത്തെ ഒരു MCQ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? കപ്ലാനിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഷോർട്ട് ടേം സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് വരില്ല. ഷോർട്ട് ടേം സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അതെന്താണ്? ഷോർട്ട് ടേമിൽ എപ്പോഴാണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ മക്കളെ? നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? യെസ്. ഓക്കെ ആണോ? ട്രാൻസാക്ഷൻ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യല്ലേ എപ്പോഴും സാർ? എടാ, ഫെയർ വാല്യൂ ത്രൂ OCIയിലാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ. ഫെയർ വാല്യൂ ത്രൂ P&L ചെയ്യത്തില്ല. Calculate the total amount that will be charged to statement of profit and loss in respect of income tax expense. ടാക്സും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? The debit balance on income tax payable account of 2.4 represents under or over. Debit balance എന്ന് പറഞ്ഞാൽ under absorbed. അപ്പൊ 2,400 plus current tax liability എന്ന് പറയുന്നത് എന്താണ്? Current year estimate plus 28,000. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മൂവ്മെന്റ് 2,500 നിന്ന് 4,400 പോയി കഴിഞ്ഞാൽ എത്രയായി? 1,900. അപ്പൊ 24,000 plus 28,000 plus 1,900. 24,000 അല്ലല്ലോ, 2,400 അല്ല, 2,400 plus 28,000 plus 1,900. 32,300. 32,300. അപ്പൊ 32,300 to the nearest
തൗസൻഡ്സ് എഴുതണം അല്ലേ? അപ്പൊ എത്ര പേരുടാ? സെയിം തന്നെയല്ലേ സാറേ? 3 to 300. ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ ആണോ മക്കളെ? സർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഷെയർ ഹോൾഡിംഗ് ബി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് എപ്പോഴാ കൺസിഡർ ചെയ്യണ്ടേ? ഷെയർ ഹോൾഡർ എയും ഷെയർ ഹോൾഡിംഗ് ബിയും അങ്ങനെ തന്നിട്ടുണ്ട്. ബി ഷോർട്ട് ടേം. ടേം. ഷോർട്ട് ടേം ഇസ് P&L. ഓക്കെ, ലോങ് ടേം ഇസ് ഫോർ ക്യാപിറ്റൽ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഒരു ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണതാണ് ഒരു കമ്പനീന്റെ ഓണർ ആവാൻ വേണ്ടി ചെയ്യണത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ഷോർട്ട് ടേം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ട്രേഡിംഗ് പർപ്പസിനാണ്. ഇതിന് റവന്യൂ ചോദിച്ചിട്ടുണ്ട്. ഇതിന് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് അല്ലേ? What is the total amount of revenue which may be recognized for the contract for the year ended 30 September? എത്രക്കാണ് വിറ്റത്? നമ്മള് 10 million ആണ് വിറ്റത്. ആ സർവീസ് എത്ര ഇയറിന്റെ ആണ്? 3 years. 3 years. Servicing has a standalone price of 800. അപ്പൊ ഇത് എന്തിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ? Bundle products. Bundle products. Bundle products എത്രയ്ക്കാ പറഞ്ഞ? ഏതൊക്കെയായിരുന്നു മക്കളെ? പ്രൊഡക്റ്റും സർവീസും. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെയൊക്കെ വാല്യൂസ് എന്ന് പറഞ്ഞ 10 million. അയ്യോ സോറി, 10,000. മറ്റേത് 800. ഇതുവരെ ഓക്കെ ആണോ? പെർ ആനം അല്ലേ 800 into 3. അപ്പൊ എത്ര വരും? 2,400. അപ്പൊ ടോട്ടൽ സാധനം എത്രയാണ് വില? 12,400. 12,400. ഓക്കെ അല്ലേ? ഇത് എത്രക്കാണ് കൊടുത്തത്? മക്കളെ എത്രയ്ക്ക് കൊടുത്തത്? 10 million. 10,000. നമ്മളോട് ഈ ഇയറിന്റെ അല്ലേ ചോദിച്ചത്? ഫസ്റ്റ് ഇയറിന്റെ പ്രോഡക്റ്റ് നമ്മൾ മൊത്തം കാണിക്കൂലേ? അല്ല, ഇത് ആദ്യം ഡിവൈഡ് ചെയ്ത് പറയും എത്രക്ക്. എന്നിട്ടാണ് നമുക്ക് ഇയർ 1 ഇയർ 2 8,065. എത്ര? 8,065. 8,065. ഇത് എത്ര ഉണ്ട്? 1935. അപ്പൊ ഇയർ 1 8,065 ഫുള്ളി വരുമല്ലോ. യെസ്. ഇതിന്ന് എത്ര വരും? 1 year. 645. ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോ എത്രയാ? 645. 45. 645. 645. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര വരും? 8,710.
8,710. അപ്പൊ ഏത് ഓപ്ഷൻ? 871. ഓക്കെ അല്ലേ? സർ ഫൈനലി ഒരു ട്രൂ ഓർ ഫോൾസ് ആണ്. പറയോ? ഐഡന്റിഫൈ വെദർ ദി following statements regarding speculates deferred income, that is contract liability, is true or false. എന്തൊക്കെയായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ആണ്. deferred income will be split evenly between current and non-current liabilities. കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാ? ഇവിടെ 3 year ഇല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അത് ട്രൂ ആയത് എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്. പിന്നെ the cost associated with deferred income of speculate should be recognized in the statement of profit and loss at the same time as revenue is recognized. True ആണോ? യെസ്. Deferred income can only be recognized as revenue by speculate when there is a signed written contract of service with the customer. അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഫാൾസ്. ഇല്ല. പിന്നെ when recognizing the revenue associated with the service contract of speculate company, the stage of its completion is ഫാൾസ്. irrelevant. ആണോ? അല്ല, relevant അല്ലേ? യെസ്. ഫസ്റ്റ് വന്ന് ട്രൂ ആയതൊന്ന് പറഞ്ഞു. എന്നാ ഡെഫേർഡ് ഇൻകം എന്ന് പറയണത് എന്താണ്? When recognize the revenue റവന്യൂ നേരത്തെ കിട്ടാണെങ്കിൽ നമ്മൾ അതിനെ ലയബിലിറ്റി ആയിട്ടല്ലേ കാണിക്കുക? മോനെ, റവന്യൂ 5 കൊല്ലത്തെ റവന്യൂ ഇന്ന് തന്നെ കിട്ടി, അപ്പൊ അത് ലയബിലിറ്റി അല്ലേ നമുക്ക്? മക്കളെ, അപ്പൊ അത് ഏത് ലയബിലിറ്റി ആണ്? ഡെഫേർഡ് ലയബിലിറ്റി നോൺ കറന്റ് ആണോ കറന്റ് ആണോ? നോൺ കറന്റ്. നോൺ കറന്റ് മാത്രല്ലല്ലോ, അടുത്ത കൊല്ലം റവന്യൂ ആവാൻ പോണത് കറന്റ് അല്ലേ? അപ്പൊ കറന്റും നോൺ കറന്റും ആയിട്ടല്ലേ ഇതാ? ഓക്കെ ആണോ? സാറേ നേരത്തെ ഈ കണ്ടിജന്റ് അസറ്റിന്റെ കാര്യം അറിയില്ലേനോ? ഇത് ഈ കണ്ടിജന്റ് അസറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കൂ, അതായത് അസറ്റ് നമ്മൾ റെക്കഗ്നൈസ് ആവുന്നവരല്ലേ കാണിക്കും? അസറ്റ് നമ്മള് റെക്കഗ്നൈസ് ചെയ്യണേ അത് ഇതാവണ്ടേ? എന്താ വിഷ്വലല്ലേ? വെർച്വലി സർട്ടൻ ആവണ്ടേ? അല്ലാണ്ട് ഇപ്പൊ കണ്ടിജന്റ് അസറ്റുകൾ നമ്മള് എന്താ ചെയ്യാ? കണ്ടിജന്റ് അസറ്റ് ഡിസ്ക്ലോഷർ നോട്ടല്ലേ കൊടുക്കുള്ളൂ? ഇന്നലത്തെ സി ക്വസ്റ്റ്യൻ എന്തോ ഉണ്ട്. അത് കൺസോൾട്ടേഷനിലായിരിക്കും. കൺസോൾട്ടേഷനിൽ ഡിഫറെന്റ് ആണ് ട്രീറ്റ്മെന്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാരന്റ് ആ കണ്ടീജന്റ് അസറ്റ് കൂടി മനസ്സിൽ കണ്ടിട്ടല്ലേ വാങ്ങണത്. അപ്പൊ വ്യത്യാസമുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എടുക്കും, അതിന്റെ ഡിപ്രിസിയേഷൻ എടുക്കും. ഇതുവരെ ഓക്കെ ആണല്ലോ?
ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ മാരത്തോണിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഒരു ഫുൾ ഇതിന്റെ എന്ത് കഴിഞ്ഞിട്ടുണ്ട്, MCQs കഴിഞ്ഞിട്ടുണ്ട്, ഒരു പാസ് പേപ്പറിന്റെ OTQs മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് സെക്ഷൻ C ആണ്. അത് നാളെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ അല്ലേ? 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ വേണ്ട, ഇതുപോലെ നമുക്ക് എന്തായിരിക്കും തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇതിൽ തന്നെ ഇത് ഈ പാട്ടാണ് തോന്നുന്നത്. എക്സാമിന് ABC എന്നൊക്കെ പറഞ്ഞ ഒരുമിച്ച് തരും ക്വസ്റ്റ്യൻ. എന്താ ABC എന്നൊക്കെ പറഞ്ഞ നമ്മള് റേഷ്യോന്റെ മറ്റേത് കാണുന്നതും പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഒരുമിച്ചല്ല ഒരു ടേബിളിലല്ലേ എഴുതുന്നത് ആണ്. ചിലപ്പോ നമുക്ക് ഇപ്പൊ ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കും. അപ്പൊ അവരെന്താ ഉദ്ദേശിക്കണ, ഇതിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഈ B പാർട്ട് വരുമല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ പോയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കും. എന്റെ 2 എണ്ണം എടുക്കും. എന്റെ ഇവിടെ 1 2 3 4 5 എണ്ണം അല്ലേ, അപ്പൊ 6 എണ്ണത്തിന്റെ ടേബിൾ ഉണ്ടാക്കും. എന്റെ ഇവിടെ റേഷ്യോസ് ഡിസ്കഷൻ എഴുതും. എന്റെ ഈ റേഷ്യോസ് ഇല്ലേ, കോപ്പി അതിലേക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? കോപ്പി പേസ്റ്റ് ഓപ്ഷൻ ഓരോന്നാണ് പേസ്റ്റ് ചെയ്യാട്ടെ. സോറി, ഇവിടെ ഫുൾ പേസ്റ്റ് വർക്കാവും. എന്താണ് മോനെ? കോപ്പി പേസ്റ്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. എന്ത് ഓപ്ഷൻ? അതെ, ഇത് നിങ്ങളുടെ എക്സാമിന്റെ ഇതാടാ, അല്ലാണ്ട് നമ്മുടെ എക്സൽ ഷീറ്റ് ഒന്നല്ലല്ലോ ഇത്. അപ്പൊ അത്ര കുറവ് ടൈം എടുക്കുള്ളൂ. പിന്നെ ഡിസ്കഷൻ എഴുതിയാൽ മതി. ക്ലിയർ ആണോ? അതും പെർസെന്റേജും ഡിസ്കഷൻ മതി, മറ്റു കാര്യങ്ങളൊന്നും കോപ്പി ചെയ്യണ്ടല്ലേ? ഏത് കാര്യങ്ങൾ കോപ്പി ചെയ്യണ്ടെന്ന് ഇത് ഇവിടെ ഉണ്ടല്ലോടാ. സർ, ആ ടേബിള് എക്സാമില് തരത്തില്ലല്ലോ, നമ്മള് ക്രിയേറ്റ് ചെയ്യണ്ടല്ലേ? ഇങ്ങനെ ചിലപ്പോ ടേബിൾ തരാറുണ്ട് ഇങ്ങനെ. എന്നിട്ട് അവർ എയും ബിയും സെപ്പറേറ്റ്ലി എഴുതാൻ പറയും. അപ്പൊ നിങ്ങക്ക് ഒറ്റ ടേബിളിൽ പറ്റൂലല്ലോ. അപ്പൊ ദേ ഇങ്ങനെ എഴുതുന്ന്. എടാ, റേഷ്യോസിന്റെ പേരും പിന്നെ അതിന്റെ ഡിസ്കഷനും. വേറൊന്നും കോപ്പി ചെയ്യണ്ട, മുകളിൽ ഉണ്ടെല്ലാം. ഇതില് 2 വർക്കിംഗ്സ് കാണിക്കുന്നില്ല, അന്നേരം 2 വർക്കിംഗ്സ് ചെയ്തേണ്ടി വരും. അപ്പൊ ഇതില് 2 വർക്കിംഗ്സ് എഴുതേണ്ടി വരും. നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ തരുമ്പോ ഒരെണ്ണത്തിൽ എഴുതിയാൽ മതി. അവരെന്താണോ തന്നത് അത് മൊത്തം ഫില്ല് ചെയ്യണം. അപ്പൊ ഈ സാധനവും നാളെ ഞാൻ എഴുതി കാണിച്ചു തരാം. അതേപോലെ തന്നെ എന്തും നമുക്ക് ചെയ്യാം. ഇതും ചെയ്യാം. ഇതൊക്കെ ഇവിടെ എന്ത് പറ്റി? Calculate the pre-formatted prepare statement of financial position.